ഓട്ടോയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എക്സാം ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്, പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. വീൽ ആൻഡ് ടയേഴ്സ് എന്നുള്ള പോർഷൻ ആണ് തുടങ്ങാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീലിനെ പറ്റിയിട്ടാണ്. വീൽ ആൻഡ് ടയേഴ്സിൽ വീലിൽ പ്രധാനമായിട്ടും രണ്ട് കമ്പോണന്റ് ആണ് ഒരു വീലിൽ ഉണ്ടായിരിക്കുക. ഒന്ന് റിമ്മ്, അടുത്തത് വീൽ ഡിസ്ക്. ഇത് രണ്ടുമാണ് ഒരു വീലിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടയർ സെപ്പറേറ്റ് ആണ്. ടയർ ഇല്ലാണ്ട് ബാക്കി കാണുന്ന ഭാഗങ്ങളാണ് എന്ത് വീൽ എന്ന് പറയുന്നത്. നമ്മൾ ചിലർ റിം എന്നൊക്കെ പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടാണ് വീലിന്റെ. ശരിക്കും ഒരു വീലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? റിം ഉണ്ടായിരിക്കും, ഡിസ്ക് ഉണ്ടാവും, വീൽ ഡിസ്ക് ഉണ്ടാവും. ഇത്രയും കമ്പോണന്റ് ചേർന്നാണ് എന്ത് ഒരു വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഈ ടയർ ഒഴികെ ബാക്കി കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? വീൽ എന്ന് പറയാ. ഇതിൽ നടുവിൽ കാണുന്ന ഈ സെൻട്രൽ പോർഷൻ എന്താണ്? ശരിക്കും വീലിന്റെ ഡിസ്ക് ആണ്. ഈ പുറമെ കാണുന്ന ഈ ടയർ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? റിം എന്നാ പറയാ. ഇത്രയും ഒരു രണ്ട് കമ്പോണന്റ് ചേർന്ന പാർട്ടാണ് എന്ത് വീലിൽ ഉണ്ടാവുക. അതേപോലെ നമുക്ക് എന്തുണ്ടാവും? വീലില് ഒരു ഹബ് ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ പോർഷൻ, അതായത് നമ്മളെ ബ്രേക്ക് ഡ്രമ്മിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ സെൻട്രൽ പോർഷനാണ് നമ്മൾ എന്ത് പറയാ? വീലിന്റെ ഹബ് എന്ന് പറയാം. ഇവിടെ കണ്ടോ കുറെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രേക്ക് ഡ്രമ്മിലേക്ക് എയറിന്റെ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വീലില് കുറെ ഹോൾസ് കൊടുക്കുന്നത്. എന്താ? ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ട് എന്തുണ്ടായിരിക്കുക? ഒരു വീലില് ഉണ്ടായിരിക്കുക. ഒരു ഓട്ടോമൊബൈലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഏതാ വെച്ചാൽ വീലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? ഒരു വണ്ടിയെ ചലിപ്പിക്കാനും നിർത്താനും എല്ലാം എന്ത് വേണം? വീല് നിർബന്ധമായിട്ടും വേണം. വീലിന്റെ കണ്ടീഷൻ ഒരു വണ്ടിയുടെ എന്താ പറയാ എഫിഷ്യൻസിയെ ബാധിക്കുന്ന കാര്യമാണ്. അതേപോലെ ആ വണ്ടിയുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും വീൽ എന്ന് പറഞ്ഞ പാർട്ടിന്, അല്ലെങ്കിൽ വീൽ എന്നുള്ള പറഞ്ഞ ഒരു വണ്ടിയുടെ ഓട്ടോമൊബൈലിന്റെ പ്രധാന പാർട്ടായിട്ടാണ് എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും കണക്കാക്കുന്നത്. അതിൽ ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും എല്ലാം എന്തിൽ നടക്കുന്നുണ്ട്? വീലിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ്? അറ്റ്ലാസ് ട്യൂബ്ലെസ് ടയറുകൾ, അതേപോലെ ഫുള്ളി റബ്ബർ കോട്ടഡ് ആയിട്ടുള്ള ടയറുകൾ, അങ്ങനെ പല ടൈപ്പ് ടയറുകളൊക്കെ ഇന്നിപ്പോ എന്താണ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ വിപണിയിലൊക്കെ എന്താണ് ലഭ്യമാണ്. ഇപ്പൊ എന്താ എല്ലാവരും ട്യൂബ്ലെസ് ടയേഴ്സിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരു പ്രധാനമായ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് വീലിന്. അതിലെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓട്ടോമൊബൈൽ വീൽ സപ്പോർട്ട് ദ ടോട്ടൽ വെയിറ്റ്. ഒരു വണ്ടിയുടെ ഫുൾ ഭാരം വഹിക്കാൻ ആര് ശേഷി ഉണ്ടായിരിക്കണം? ഒരു വീലിന് ശേഷി ഉണ്ടായിരിക്കണം. ആ വീലിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വണ്ടിയുടെ ലോഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ആ വീല് ക്യാരി ചെയ്യണം. നമ്മൾ എന്താണ് എഞ്ചിനിൽ നിന്നുണ്ടാക്കിയ പവർ എവിടേക്ക് എത്തുകയാണ്? അവസാനം അറ്റ്ലാസ്റ്റ് റോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തിലേക്ക് എത്തുന്നത്? വീലുകളിലേക്കാണ് എത്തുന്നത്. ഈ വീല് വഴിയാണ് എവിടേക്ക് എത്തുന്നത്? ഈ വീലിന്റെ ഫ്രിക്ഷൻ മൂലമാണ് നമ്മളെ വണ്ടി എന്ത് ചെയ്യുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അടുത്തൊരു ധർമ്മമാണ് എന്ത്? റെസിസ്റ്റ് സ്ട്രെയിൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് ടേണിങ്. എന്താണ്? ഒരു വളവ് തിരിവൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യരുത്? വണ്ടി സ്കിഡായിട്ട് തള്ളി നീങ്ങാണ്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്തി പോകാൻ കഴിയണം. അതിലെന്താണ്? സ്റ്റിയറിംഗ് മുതൽ കുറെ കാര്യങ്ങൾക്ക് എന്തുണ്ട്? അതിൽ റോൾ ഉണ്ട്. എന്നാലും റോട്ടിലേക്ക് എത്തുമ്പോൾ, അതായത് ഫൈനലി അതിന്റെ എല്ലാം ബാക്കി എല്ലാം കറക്റ്റ് ആയാലും ഈ വീല് ഫ്രിക്ഷൻ ഇല്ലാത്തൊരു വീലാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്താണ് ടയറിന്റെ മുകളിലത്തെ കട്ടൊക്കെ തേഞ്ഞു പോയ ടയറൊക്കെ ആണെങ്കിൽ എന്താണ്? വണ്ടി സ്കിഡായി തെറിച്ചു പോകും. അതേപോലെ റിമ്മിന് വല്ല ഹോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിമ്മിൽ ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? സ്റ്റെബിലിറ്റി വണ്ടിക്ക് കിട്ടില്ല. ബാക്കി വണ്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓക്കെ ആണെങ്കിലും ഈ റിമ്മിലോ വീലിലോ വരുന്ന എന്തെങ്കിലും അപാകതകൾ എന്ത് ചെയ്യും? വണ്ടിയുടെ സ്റ്റെബിലിറ്റിയെ ഒരുപാട് ബാധിക്കും. മൂന്നാമതായിട്ട് വീലിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ടോർക്ക് ഫോർ പ്രൊപ്പല്ലിംഗ് ആൻഡ് ബ്രേക്കിംഗ് ടോർക്ക് ഫോർ റിട്ടാർഡിംഗ്. എന്താണ്? രണ്ട് ധർമ്മങ്ങൾ എന്ത് ചെയ്യണം? വീല് പ്രധാനമായിട്ട് ചെയ്യണം. അതിൽ ഒന്നാമത്തെ എന്താണ്? പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ, അതായത് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി യൂണിവേഴ്സൽ ജോയിന്റ് വഴി ലാസ്റ്റ് എവിടേക്ക് എത്തും? വീലുകളിലേക്ക് എത്തും. ആ പവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വണ്ടിയെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ബ്രേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടി, നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം? വണ്ടി നിൽക്കുകയും വേണം. ആ നിർത്താനുള്ള ഫോഴ്സ് ആര് തന്നെയാണ് കൊടുക്കുന്നത്? ബ്രേക്ക് ഡ്രം വഴി വീലിലേക്കാണ് കൊടുക്കുന്നത്. ആ വീല് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി നിൽക്കുന്നത്. അതിനെന്ത് വേണം? നല്ല എന്താ പറയാ, നല്ല കട്ടുള്ള വീലൊക്കെ ആണെങ്കിൽ, നല്ല റിവൽട്ടഡ് ആയിട്ടുള്ള വീലുകളൊക്കെ ആണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല ഫ്രിക്ഷനോട് കൂടി വണ്ടി നമുക്ക് പിടിച്ചോടത്ത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? തള്ളി നീങ്ങി പോവും, സ്കിഡായി പോവും വണ്ടി. അപ്പൊ എന്താണ്? വീല് ഒരേ സമയം രണ്ട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിയെ മുന്നോട്ട് ചലിപ്പിക്കാനും വീല് വേണം, അതിനെ നിർത്താനും എന്ത് വേണം? വീല് വേണം. അതിലെന്താ? വീലില് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വണ്ടി നമ്മൾ വിചാരിച്ചു കൊടുത്ത് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ? സ്കിഡായി പോവും. ദ വീൽ ഹാവ് വെൽ ബാലൻസ്ഡ് കൺസ്ട്രക്ഷൻ. ഒരു വീൽ എപ്പോഴും എന്ത് ഇരിക്കണം? വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതെന്താണ്?
അവിടെയും ഇവിടെയും പൊങ്ങലും താഴലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരേപോലെ ഒരേ ഈവൺ ആയിട്ട് ഒരേ സെയിം ആയിട്ട് എന്ത് വേണം, വീലിന് എന്തുണ്ട്, റിമ്മും അതേപോലെ വീൽ ഡിസ്ക് ഒക്കെ എന്ത് ചെയ്യണം, ഈവൺ ആയിട്ട് ഈക്വൽ ആയിട്ട് എന്താണ് സിമെട്രിക്കൽ ആയിട്ടൊക്കെ വേണം എന്ത് ഓരോ വീലുകളും വണ്ടിയിലുണ്ട്. ഒരു വീല് വലുതും ഒരു വീല് ചെറുതും ആക്കാൻ പറ്റില്ല. എല്ലാം എന്താ ഒരേപോലെയുള്ള വീലുകളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ, വണ്ടി ബാലൻസ്ഡ് ആയിരിക്കുള്ളൂ. പർട്ടിക്കുലർലി ഫോർ റണ്ണിങ് അറ്റ് ഹൈ സ്പീഡ്. അതേപോലെ വണ്ടി ഭയങ്കര വേഗതയിൽ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്താണ് വീലിലെ കാറ്റിന്റെ ഏറ്റക്കുറച്ചിൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, വണ്ടി സ്മൂത്ത് ആയിട്ട് പോവാണ്ടിരിക്കും. എന്താ ഒരു ടയറിൽ കാറ്റ് കൂടുതൽ ഒരു ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, വണ്ടി ചില വണ്ടികൾ സ്വാഭാവികമായിട്ട് ഈ ജീപ്പ് ലോറി ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഒരു അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ടേട്ട പറഞ്ഞിട്ട്. അതെന്താണ് വീലിന്റെ അപാകതകൾ മൂലം ഉണ്ടാവുന്നതാണ്. അതൊരു വീലില് ചിലപ്പോൾ എന്താ അവർ ത്രെഡൊക്കെ പുറത്തേക്ക് കണ്ട വീലുകളൊക്കെ ആയിരിക്കും അധികം ഈ ട്രക്കുകളിലും വണ്ടികളിലൊക്കെ റീപ്ലേസ് ചെയ്യാണ്ട് അങ്ങനത്തെ വീലിലൊക്കെ വണ്ടി ഓടുന്നുണ്ടാവുക. അപ്പൊ അതുമൂലം ഉണ്ടാവുന്ന അവരെ വണ്ടിയുടെ ശരിക്കും എന്താണ് പവർ ലോസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മളെന്താ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാണ്ട് പോവാണ്, എവിടെ ഈ വീലിൽ അത് നഷ്ടപ്പെട്ടു പോവാണ്. നമുക്ക് എന്താ യൂസ്ഫുൾ ആയ വർക്കായി മാറ്റാണ്ട് അത് വേസ്റ്റ് ആയി പോവാണ് ആ എനർജിയൊക്കെ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് എനർജി ഡ്രോപ്പ് ആവാണ്ട് ഫുൾ നമുക്ക് ഡിഫറൻഷ്യൽ നിന്ന് കിട്ടിയ ഫുൾ എനർജി റോട്ടിൽ എത്തിച്ച് നമുക്ക് വേണ്ട വേഗതയിൽ സഞ്ചരിക്കാൻ എന്ത് വേണം, വീല് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീല് എല്ലാം കറക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യണം, അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീല് ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ നോർമൽ കണ്ണുകൊണ്ട് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യില്ല, വീൽ ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാവില്ല. നമ്മൾ എന്താണ് സ്റ്റിയറിംഗ് എടുത്ത സമയത്ത് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാസ്റ്റർ ആംഗിള്, ക്യാമ്പർ ആംഗിള്, കിങ് പിൻ ഇൻക്ലിനേഷൻ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വീൽ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുള്ളൂ. അതില് വീലിന്റെ ഡിസൈനിൽ തന്നെ എന്തുണ്ട്, ഒരു പ്രത്യേക റോൾ ഉണ്ട്. എല്ലാ വീലും ഒരേപോലെ സിമെട്രിക് ആയി ഈവൺ ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തെ ഒരു പോയിന്റ് എന്താണ്, അൺബാലൻസ്ഡ് വീൽ അസംബ്ലി കോസ് എക്സസീവ് വൈബ്രേഷൻ. എന്താണ്, ഒരു വീല് കൃത്യമായിട്ടല്ല നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വണ്ടിക്ക് വൈബ്രേഷൻ കൂടും. വണ്ടി എന്താ കുറച്ച് സ്പീഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില വണ്ടി കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. ഒന്ന് വണ്ടിയുടെ എഞ്ചിനിലെ എന്താ പറയാ ആ പവർ താങ്ങാനുള്ള ബോഡിക്ക് ശേഷി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വൈബ്രേഷൻ സംഭവിക്കും. വീലിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും, വൈബ്രേഷൻ ഉണ്ടാവും. വലിയ വൈബ്രേഷനും അതേപോലെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും, വീലിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും. ആ വലിയ തോതിലുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വീലിനായിരിക്കും. വീലിന്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, അത്രയും വൈബ്രേഷൻ വണ്ടിയിലേക്ക് ഉള്ളിലേക്ക് എത്തുക. വിച്ച് ആക്സിലറേറ്റ് ടയർ ആൻഡ് കിങ് പിൻ വിയർ. ഇതെന്ത് സംഭവിക്കും, വീൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു വീലിന്റെ ഒരു സൈഡ് ചെത്തിപ്പോവും. ചില വീലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ടയറിന്റെ ഒരു ഭാഗം ചെത്തി പോയിട്ടുണ്ടായിരിക്കും. ആ എന്താണ്, അലൈൻമെന്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടിയുടെ വീല് ചെത്തിപ്പോകുന്നത്. അതേപോലെ നമ്മൾ പഠിച്ച കിങ് പിൻ ഉണ്ട്, നമ്മളെന്താ നമ്മളെ വീലിന്റെ യോക്കും ആക്സിലുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നാണ് എന്ത്, കിങ് പിൻ. ഈ കിങ് പിന്നിന് എന്ത് സംഭവിക്കും, ഒരു മെറ്റാലിക് പീസ് ആണ്. ഇപ്പൊ ചിലര് എന്താ പറയാ പ്ലാസ്റ്റിക് ഒരു പോളിമറൈസ്ഡ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കിങ് പിന്നായിട്ട്. അതൊക്കെ അതിനെന്ത് സംഭവിക്കും, തേയ്മാനം സംഭവിച്ച് അത് പൊട്ടിപ്പോവും. അതിന് ചെറിയ വേരിയേഷൻ വന്നാൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റിയറിംഗിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, സ്റ്റിയറിംഗ് നമ്മൾ ഒരു ഫുൾ ടേണിൽ ഒടിച്ചു കഴിഞ്ഞാലും പിന്നെ വിട്ട് കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ആ സ്റ്റഡി ആയിട്ടുള്ള പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതിന് മെയിൻ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണ് എന്ത്, കിങ് പിൻ. ഈ കിങ് പിന്നിന് എന്താ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം ഫങ്ഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, കറക്റ്റ് ആയിട്ട് വണ്ടിക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ, വണ്ടിക്ക് ഒരു സൈഡ് വലിവൊക്കെ വരും. വണ്ടി ഒരു സൈഡിലേക്ക് നീങ്ങി വണ്ടി ഇങ്ങനെ ഓടി പോകുമ്പോൾ ഒരു സൈഡിലേക്ക് നീങ്ങി പോകുന്ന പ്രവണതയൊക്കെ വരും. അതൊക്കെ എന്താണ്, ഈ അൺബാലൻസ്ഡ് ആയിട്ട് വീലിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് എന്താ, ഓട്ടോമൊബൈൽ കൺട്രോൾ ആക്സിലറേറ്റ് ആൻഡ് ബ്രേക്കിംഗ് ഒക്കെ ത്രൂ ദ ടയേഴ്സ് ആൻഡ് ദെയർ കോണ്ടാക്ട് ഓൺ ദ റോഡ്. ആദ്യം പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. എന്താണ്, ഓട്ടോമൊബൈലിന്റെ ഫുൾ കൺട്രോൾ ആരാ ചെയ്യുന്നത്, ഒരു വാഹനത്തിന് ഫുൾ കൺട്രോളും സത്യത്തിൽ ആരാ ചെയ്യുന്നത്, ടയറാണ്. ഒരു ടയർ പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കുക, നല്ല സ്പീഡിലൊക്കെ വന്നിട്ട് ടയർ പൊട്ടിപ്പോയാൽ എന്താ, വണ്ടി തല കുത്തനെ മറിയും, ഇല്ലെങ്കിൽ എന്താ സ്കിഡായി തെറിച്ചു പോകും. അങ്ങനെ ഭയങ്കര ആക്സിഡന്റ് ഉണ്ടാവാനുള്ള, ഈ ഹൈവേയിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാവാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ പൊട്ടി പോകുന്നതാണ്. നമുക്ക് എന്താ, ഓരോ ടയറിനും നമ്മൾ ഈ കാണുന്ന എല്ലാ ടയറും ഒരുപോലെയല്ല. ടയറുകൾക്കൊക്കെ എന്താണ് ഒരുപാട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നമ്പറും. ആ ടയർ എത്ര ലോഡ് ക്യാരി ചെയ്യും, ആ ടയർ എത്ര സ്പീഡിൽ പോവും, ആ ടയറിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര എയർ അതിൽ ഫില്ല് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു ഓരോ ടയറിനും അത് സ്പെസിഫൈഡ് ആണ്.
അങ്ങനെ അല്ലാത്ത ടയറുകൾ, അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ടയർ ഇട്ടോ തോന്നിയ സ്പീഡിലൊക്കെ ഓടി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ എന്താണ്, ഓട്ടോമൊബൈലിന്റെ കൺട്രോളിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്ന ഒരു പാർട്ടാണ് എന്ത്, ടയർ. ആ വണ്ടിയെ ആക്സിലറേറ്റ് ചെയ്യാനും ബ്രേക്കിംഗ് ചെയ്യാനും എന്തിലൂടെ, ടയറിലൂടെ. റോഡിൽ ആ ഫ്രിക്ഷൻ മൂലം അത് ആ വർക്കിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ടയറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റോഡിന് ആ ഫ്രിക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടുന്നതും അതേപോലെ ബ്രേക്ക് ചെയ്യുന്നതും രണ്ടും കൺട്രോൾ ചെയ്യുന്നത് ഈ ടയറാണ്. ടയർ മസ്റ്റ് ബി ലാർജ് ആൻഡ് സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് ദ വെഹിക്കിൾ ഓൺ ദ റോഡ്. ടയർ എന്ത് ചെയ്യണം, നല്ല സ്ട്രോങ് ആയിരിക്കണം. വണ്ടീനെ എന്ത് ചെയ്യണം, ആ റോഡിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം, ആ ടയറിന് വേണം. അതേപോലെ ടയർ വലുപ്പമുള്ള ടയർ, അതായത് കുറച്ച് വീതിയുള്ള ടയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, വണ്ടി സ്കിഡായി പോകില്ല. ഈ നമ്മുടെ അലോയ് വീലുള്ള വണ്ടികൾ, ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ ഡയമീറ്റർ ഉള്ള വീലുകൾ, ഡയമീറ്റർ അല്ല വിഡ്ത്തുള്ള വീലുകൾ. ഈ വീലുകൾ നമുക്ക് എന്ത് ചെയ്യണം, വണ്ടിക്ക് ഭയങ്കരമായിട്ട് സ്റ്റെബിലിറ്റി തരും. ഈ ഓഫ് റോഡ് പോകുന്ന വണ്ടികളിലൊക്കെ വീല് കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല തിക്കായിരിക്കും, നല്ല കട്ടിയുള്ള വീലുകളായിരിക്കും. അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം ചളിയിൽ പൂന്തി പോവാണ്ട് വണ്ടി പെട്ടെന്ന് കയറി വരാൻ വേണ്ടി, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ വേണ്ടി. അത് കൂടാണ്ട് പിന്നെ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ത്, ആ വണ്ടിയെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ബൈക്കിന്റെ കാര്യം തന്നെ എടുത്തറിയാം, നല്ല വീതി കൂടിയ ടയറൊക്കെ ആണെങ്കിൽ എന്താ, വണ്ടി പെട്ടെന്ന് വളവൊക്കെ ഒടിയുമ്പോൾ എന്ത് ചെയ്യില്ല, വീണ് പോവില്ല, സ്കിഡായി പോവില്ല. മെലിഞ്ഞ ടയർ ആവുമ്പോൾ എന്താണ്, സ്കിഡായി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ, മിക്ക വണ്ടികളിലൊക്കെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി ടയറൊക്കെ മാറ്റി വലിയ തിക്നെസ് കൂടിയ ടയറൊക്കെ ഉണ്ട്. ഇപ്പൊ അത് അലൗഡ് അല്ല, RTO കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. ഓരോ വണ്ടിക്ക് സ്പെസിഫൈഡ് ആയ എന്തുണ്ട്, ടയറിന്റെ വലുപ്പവും കാര്യങ്ങളും സൈസൊക്കെ ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ, കമ്പനി സ്പെസിഫൈഡ് അല്ലാത്ത മോഡിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ RTO അല്ലെങ്കിൽ പോലീസ് ചെക്കിങ് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഫൈൻ അടക്കേണ്ടി വരും. അത് വണ്ടിക്ക് എന്താണ്, അത് കേടുമാണ്. ഒരു വണ്ടിക്ക് ഇത്ര എന്താ പറയാ, ഇത്ര വീലിന്റെ ബേസ്, ഇത്ര വീലിന്റെ ഇത്ര വിടുത്തുള്ള വീലേ പാടുള്ളൂ, ഇത്ര ഡയമീറ്റർ ഉള്ള വീലേ പാടുള്ളൂ എന്ന് ആ കമ്പനി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അത് കമ്പനീനെ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കും വണ്ടികൾ, നമ്മൾ ആവശ്യാനുസരണം മോഡിഫൈ ചെയ്യും. അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതിന് എന്തില്ല, പ്രശ്നമില്ല. നമ്മൾ പുറമെ നമ്മളൊന്നും നോക്കാണ്ട് തോന്നിയ പോലെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ നമ്മുടെ സെക്യൂരിറ്റിക്ക് എന്താണ്, അത് കേടാണ്. ഇന്ന് ഓട്ടോമൊബൈലിൽ ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ നടക്കുന്ന ഒരു പാർട്ട് എന്താണ്, വീലുകളാണ്. വീലുകൾ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓട്ടോമൊബൈൽ വീലിന്റെ ധർമ്മങ്ങളായിട്ട്, ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓട്ടോമൊബൈൽ വീൽ എന്ത് ചെയ്യണം, ടോട്ടൽ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യണം. സ്ട്രെയിനിനെ, അതായത് റോട്ടിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ ഡ്യൂറിങ് ടേണിങ്, അതായത് വളവൊക്കെ തിരിയുമ്പോൾ ഉണ്ടാവുന്ന വണ്ടിയിൽ വരുന്ന ആ ലോഡിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തി നമുക്ക് വേണ്ട രീതിയിൽ ആ വളവും തിരിവ് പൊടിഞ്ഞു പോകാൻ എന്തിനു സാധിക്കണം, ആ വീലിന് സാധിക്കണം. അതേമാതിരി എന്താണ്, ട്രാൻസ്മിറ്റ് ഡ്രൈവിംഗ് ടോർക്ക് ഫോർ പ്രൊപ്പലിംഗ്. വണ്ടി മുന്നോട്ട് ചലിക്കാനുള്ള ഡ്രൈവിംഗ് ടോർക്ക് വീലുകൾ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഡ്രൈവിംഗ് ടോർക്ക് കിട്ടുന്നത്. അതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നിർത്തലാക്കാൻ വേണ്ടി ബ്രേക്കിംഗ് ടോർക്കും എന്ത് വഴിയാണ്, വീല് വഴിയാണ് കിട്ടുന്നത്. അതേപോലെ വണ്ടി ബാലൻസ്ഡ് ആയിട്ട്, അതായത് സ്റ്റേബിൾ ആയിട്ട്, നമുക്ക് നല്ല സ്പീഡിൽ പോകുമ്പോൾ കൂടി സ്റ്റേബിൾ ആയിട്ട് വണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വേണം, വീല് നല്ല രീതിയിൽ നല്ല വീലായിരിക്കണം. അൺബാലൻസ്ഡ് ആയ വീൽ എന്ത് ചെയ്യും, വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാക്കും. അതേപോലെ വണ്ടിയുടെ ഒരുപാട് എന്താണ്, സ്റ്റിയറിംഗ് അലൈൻമെന്റിലെ കാര്യങ്ങളിലൊക്കെ, സ്റ്റിയറിംഗിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. അൺബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കിങ് പിന്നിന് തേയ്മാനം കാര്യങ്ങളൊക്കെ സംഭവിക്കും. ടയർ ചെത്തിപ്പോവും, ടയറിന്റെ ലൈഫ് എന്ത് ചെയ്യും, കുറഞ്ഞു പോവും. അതേപോലെ ഓട്ടോമൊബൈൽ കൺട്രോൾ എന്താണ്, ആക്സിലറേഷൻ ആൻഡ് ബ്രേക്കിംഗ് occur through the tire through the friction on the road. റോഡിലെ ഫ്രിക്ഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്, റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലമാണ് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതേപോലെ എന്താണ്, ടയർ നല്ല സ്ട്രോങ് ആയിരിക്കണം. നല്ല വീതി കൂടിയ ടയർ ആണെങ്കിൽ എന്താണ്, വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഓട്ടോമൊബൈൽ വീലിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ട എക്സാമിന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ ഒരു സാധാ വീലാണ്. ഇത് എന്താണ്, ഒരു ഡിസ്ക്, അതായത് ഒരു ഡിസ്ക് ഡ്രം ഉപയോഗിച്ചുള്ള വീലാണ്, വീൽ ഡിസ്ക് ഉപയോഗിച്ചുള്ള വീലാണിത്. ഈ വീലിൽ ഈ ഒരു നമ്മളെന്താണ്, ചാല് പോലെ കാണുന്ന ഈ പോകം, ഇതിനെന്താ പറയാ, വെൽ എന്നാണ് ശരിക്കും എന്ത് പറയാ, നമ്മളിതിന് പേര് പറയാ. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ, റിം എന്ന് പറയാ. ഈ ചാല് പോലെ കാണുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ റിം എന്ന് പറയാ. ഈ റിമ്മിലാണ് നമ്മൾ ടയർ ഹോൾഡ് ചെയ്ത് നിർത്തുക. റിമ്മിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടയർ ഹോൾഡ് ചെയ്ത് നിർത്തുക. ഈ നടുവിൽ കാണുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയാ, വീൽ ഡിസ്ക് എന്ന് പറയാം. നടുവിൽ കാണുന്ന ഈ ഭാഗം വീൽ ഡിസ്ക് ആണ്. ഇതെന്ത് ചെയ്യാണ്, ഇത് പല രീതിയിൽ ഈ റിമ്മുമായിട്ട് ഉറപ്പിക്കുന്ന വീൽ ഡിസ്കുകൾ ഉണ്ട്. ചിലത് എന്ത് ചെയ്യാം, നെട്ടല്ല, വെൽഡ് ചെയ്ത് വെക്കുന്ന വീൽ ഡിസ്കുകൾ ഉണ്ട്. അതേപോലെ കാസ്റ്റ് ചെയ്ത്, ഫോർജ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന, അങ്ങനെ പല ടൈപ്പ് ഈ വീൽ ഡിസ്കും റിമ്മുമായിട്ട്
നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറയും. ഇത് ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന ഈ വീൽ ഡിസ്കും റിമ്മും വെൽഡ് ചെയ്ത് പിടിപ്പിച്ച വീൽ ഡിസ്ക് ആണ്. റിമ്മിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച വീൽ ഡിസ്ക് ആണ്. ഇതെന്താണ് ആദ്യകാലങ്ങളിൽ വയർ വീലുകളായിരുന്നു. എന്നാലും പിന്നീട് ഒരു 90കളിലൊക്കെ ഒരു 80കൾക്ക് ശേഷം വണ്ടികളിൽ മിക്കതിലും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് തരുന്ന ഒരു വീലാണ് എന്ത്, ഈ ഡിസ്ക് വീലുകൾ. ഇതിൽ ഈ ഹോളുകൾ എന്തിനാ പ്രൊവൈഡ് ചെയ്തിരുന്നത്? ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഹോളുകൾ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് എയർ ഫ്ലോ ഇതിലൂടെ നടന്ന് എന്ത് ചെയ്യും, ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കും. അതേപോലെ ഈ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വീല് നമ്മൾ ആക്സിലുമായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡ്രമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഈ ഭാഗം. ഇവിടെ എന്ത് ചെയ്യണം, ബോൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീല് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഡ്രമ്മിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇവിടേക്കാണ് ആക്സിലിന്റെ നോബ് കയറി നിൽക്കുക. ഇത്രയും പാർട്സ് ആണ് നമ്മൾ ഒരു വീലില്, ഒരു കോമൺ വീൽ ഡിസ്ക് ഉപയോഗിക്കുന്ന ഒരു വീലില് ഉള്ളത്. ഒരു വീലിന് ഇത്രയും കാര്യങ്ങൾ, ഇത്ര റിക്വയർമെന്റ് ഒരു വീലിന് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതില് പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് ആണ് എന്ത്, വീൽ മസ്റ്റ് സസ്റ്റെയിൻ വെഹിക്കിൾ ആൻഡ് പാസഞ്ചർ ലോഡ്. എന്ത് ചെയ്യണം, വണ്ടിയുടെ ഭാരം ആ വീൽ എന്ത് ചെയ്യണം, വഹിക്കാൻ സാധിക്കണം. അതേപോലെ വണ്ടിയിലേക്ക് നമുക്ക് പാസഞ്ചേഴ്സ് വന്നാൽ പാസഞ്ചേഴ്സിന്റെ ലോഡ്, അല്ല നമ്മൾ ലോഡ് കയറ്റുന്ന വണ്ടിയാണെങ്കിൽ എന്താ, ആ ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം, ആ വീലിന് വേണം. റിമ്മ്, ആ ഡിസ്ക് എന്നൊക്കെ പറയുന്ന പോർഷൻ എന്ത് വേണം, ഇളങ്ങി പോവാണ്ട് അതിനെന്താ ബെൻഡും കാര്യങ്ങളും സംഭവിക്കാണ്ട് ആ വണ്ടിയുടെ ലോഡും അതേപോലെ അതിലേക്ക് വരുന്ന പാസഞ്ചർ ലോഡാണെങ്കിൽ അത്, അല്ല ലോഡ് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ആ ലോഡ് കാര്യങ്ങൾ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം, ആ വീലിന് വേണം. ഇറ്റ് പ്രൊവൈഡ് കുഷനിങ് എഫക്ട് ആൻഡ് കോപ്പ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ. എന്താ ഈ കുഷനിങ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുഷനിങ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, ടയറിന് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന പോലെ എന്താ, ടയർ ഞെക്കി കഴിഞ്ഞാൽ ഒന്ന് താഴ്ന്നു പോകും അല്ലെ, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ന്നു പോകും. അപ്പൊ ഈ ഗട്ടറിലും അതേപോലെ ഹമ്പൊക്കെ കയറുമ്പോൾ എന്താണ്, കുറച്ച് ലോഡും അല്ലെങ്കിൽ ഒരു കല്ല് റോട്ടിലുണ്ടെന്ന് വിചാരിക്കുക. ഒരു നല്ല ഒരു കണ്ടീഷൻ ടയറൊക്കെ ആണെങ്കിൽ എന്താ, ആ കല്ല് കയറുന്നത് നമ്മൾ അറിയില്ല, അത് സസ്പെൻഷനിലേക്കൊന്നും എത്തില്ല. അത് എന്ത് തന്നെ സസ്പെൻഷനിലേക്കൊന്നും എത്താണ്ട് ടയർ തന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്താണ്, ടയറിന് എന്ത് ചെയ്യും, കുഴിഞ്ഞു പോവാനും പൊന്തി വരാനൊക്കെയുള്ള കഴിവ് എന്തിനുണ്ട്, ടയറിനുണ്ട്. അതെന്താ, ഒരു കുഷ്യൻ പോലെ, നമ്മളെന്താ ഒരു സോഫ സെറ്റ് പോലെ, സോഫയിൽ ഇരിക്കുന്ന പോലെ നമുക്ക് എന്താ വണ്ടിയെ ആ ടയറ് അത്രയും കംഫോർട്ടാക്കി വെക്കാൻ വേണ്ടി എന്തിനു സാധിക്കും, ഒരു ടയറിന് സാധിക്കും. ആ ഒരു എഫക്റ്റ് ആണ് അത്. ആ റബ്ബറിന് എന്താ പറയാ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ താഴാനൊക്കെ ഉള്ള ആ റബ്ബറിന്റെ കഴിവാണ് എന്ത്, ഒരു വീലിന്റെ കുഷനിങ് എഫക്ട് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിയറിംഗിന്റെ കൺട്രോളുകൾ നമ്മൾ പറഞ്ഞു, എന്താണ്, ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് എന്ത് ചെയ്യും, ഒരു സ്റ്റിയറിംഗ് വീല് സ്റ്റഡി ആയി തിരിച്ചു വരും. അതൊക്കെ എന്തിന്റെ സവിശേഷതയാണ്, ഈ വീലിന് അനുബന്ധമായ ആംഗിളുകളും കാര്യങ്ങളും കറക്റ്റ് ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇത്രയും കറക്റ്റ് ആയിട്ട് ആ വീല് തിരിച്ചു വരാനും അതേപോലെ കറക്റ്റ് നമ്മൾ ആ ഓടിക്കുന്ന രീതിയിൽ ആ വണ്ടി പോവാനും എല്ലാത്തിനും സഹായിക്കാൻ എന്തിലുള്ളൂ, ഈ വീല് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ്. വീൽ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ഒരുപാട് വെയിറ്റ് പാടില്ല. ഈ വണ്ടിയുടെ സസ്പെൻഷനും അതേപോലെ നമ്മുടെ വീലും കൂടി കൂട്ടിയിട്ട് ഒരു വെയിറ്റ് പറയും വണ്ടിയുടെ, അതിനെന്താ പറയാ, വീൽ വെയിറ്റ് എന്നാണ് പറയുക. ആ വീൽ വെയിറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, കുറവായിരിക്കും. സസ്പെൻഷൻ മുതൽ വീൽ വരെ വരുന്ന ആ വെയിറ്റിനെയാണ് പറയുക. അതെന്ത് ചെയ്യണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. വെയിറ്റ് എന്തായിരിക്കണം, കുറവായിരിക്കണം എപ്പോഴും. അത് എന്താണ്, ഒരു വീലിന്റെ ഗുണമേന്മയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്തിരിക്കണം, വീലിന്റെ വെയിറ്റ് കുറവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു റിമൂവ് ആൻഡ് മൗണ്ട് ദ വീൽ ഈസിലി. നമുക്ക് എന്ത് ചെയ്യണം, ഈസി ആയിട്ട് എന്ത് ചെയ്യണം, വീല് ഘടിപ്പിക്കാനും കഴിയണം. അതേപോലെ എന്താ, വീല് ഊരിയെടുക്കാനും സാധിക്കണം. നമ്മളെന്താ, എപ്പോഴും നമ്മളതിൽ സ്റ്റെപ്പിനി ഉണ്ടായിരിക്കും. എന്താ, റിമോട് കൂടെ സ്റ്റെപ്പിനി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്കൊരു പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം, വീല് റീപ്ലേസ് ചെയ്ത് ആ സ്റ്റെപ്പിനി ടയർ ഇടണം. അപ്പൊ എങ്ങനെ സ്പീഡായിട്ട് ഇത് മൗണ്ട് ചെയ്യാനും അതായത് അഴിച്ചെടുക്കാനും തിരിച്ചു വെക്കാനും സാധിക്കണം ആ വീലിന്റെ. അതൊരു വീലിന്റെ എന്താണ്, ഒരു വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഫോർമുല 1 റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഫോർമുല 1 റേസിലൊക്കെ എന്താണ്, ആ വീല് ഡിസെൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്യുന്ന ആ സമയത്തിന് എന്താണ്, വളരെ പ്രാധാന്യമുണ്ട്. എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുമോ അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. അതെന്താ, ആ ഒരു വണ്ടിയുടെ എന്താ പറയുക, ഇത്ര സെക്കൻഡ്സുകളിലാണ് നമ്മൾ ആ മത്സരമൊക്കെ നടക്കുന്നത്. അപ്പൊ എന്താണ്, ആ വീൽ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ഘടിപ്പിക്കാനും കഴിയണം, അതേപോലെ തിരിച്ചെടുക്കാനും കഴിയണം. അത് മാത്രം പോരാ, വീൽ എന്താണ്, സ്ട്രോങ് ആയിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും വേണം. അപ്പൊ ഈ 4 റിക്വയർമെന്റ്സ് ആണ് ഒരു വീലിന് പ്രധാനമായിട്ട് വേണ്ടത്. വീലിന് എന്ത് വേണം, സസ്റ്റെയിൻ വെഹിക്കിളിന്റെ ലോഡും അതേപോലെ പാസഞ്ചർ ലോഡും. നമ്മൾ എന്തെങ്കിലും ലോഡ് കയറ്റുന്ന വണ്ടിയാണെങ്കിൽ ആ ലോഡിനെ താങ്ങി നിർത്താനുള്ള ശേഷി എന്തിനു വേണം, വീലിന് വേണം. ആ വീലിന് ഒരു കുഷനിങ് എഫക്റ്റ് വേണം.
അതെന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് കൺട്രോളിനനുസരിച്ച് കൃത്യമായി മൂവ് ചെയ്യാൻ സാധിക്കണം. ലൈറ്റ് വെയിറ്റ് ആവണം എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് കുറവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു റിമൂവ് ഓർ മൗണ്ട് വീൽ ഈസിലി, പെട്ടെന്ന് തന്നെ ഘടിപ്പിക്കാനും തിരിച്ചെടുക്കാനും എന്തിനു സാധിക്കണം, ആ വീലിന് സാധിക്കണം. ഇനി പ്രധാനമായിട്ടും 3 ടൈപ്പ് വീലുകളാണ് നമ്മൾ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുക. ഒന്നാമത്തെ ഡിസ്ക് വീൽ, നമ്മളിപ്പോൾ ആദ്യം കണ്ട വീൽ എന്താണ്, ഡിസ്ക് വീലാണ്. രണ്ടാമത്തെ എന്താണ്, വയർ വീൽ. വയർ വീൽ എന്താണ്, നമ്മൾ ഈ സൈക്കിളിലും ബൈക്കിലും ഒക്കെ കാണുന്ന എന്ത് വീലാണ്, പഴയ ബൈക്കുകളിലൊക്കെ കാണുന്ന എന്താണ്, വയർ വീലുകളാണ്. പിന്നെ മൂന്നാമത്തെ അലോയ് വീലുകൾ, ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വീൽ എന്താണ്, അലോയ് വീൽ. ഇത്രയും 3 പ്രധാന വീലുകളാണ് ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഫോർജഡ് കാസ്റ്റ് അലോയ് വീൽ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അലോയ് വീലിന്റെ വേരിയന്റുകളാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഡിസ്ക് വീൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, റിം ഉണ്ട്, ഒരു വീൽ ഡിസ്ക് ഉണ്ട്. വീൽ ഡിസ്ക് പറയുന്നത് നടുവിൽ കാണുന്ന പോർഷനാണ് വീൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ റിം എന്ത് ചെയ്യാണ്, വീൽ ഡിസ്ക് എന്ത് ചെയ്യാണ്, റിമ്മിലേക്ക് വെൽഡ് ചെയ്തോ കാസ്റ്റ് ചെയ്തോ ഫോർജ് ചെയ്തോ പിടിപ്പിച്ച് വെക്കുക ചെയ്യാം. ഇതിൽ എന്താണ്, വെൽഡഡ് ആയിട്ടുള്ള വീൽ ഡിസ്കിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ ഡിസ്കും ഈ റിമ്മും ഈ ഹബും കൂടിയ വീലിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ക് വീൽ എന്ന് പറയുന്നത്. നടുവിൽ ഈ സംഭവം ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ എന്താണ് അത്, ഡിസ്ക് വീലായി. ഇതെന്താ, സ്റ്റീലിന്റെ ഡിസ്ക് വീല്. ഡിസ്ക് വീലുകളൊക്കെ കോമൺ ആയിട്ട് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. സ്റ്റീലിന്റെ ഡിസ്ക് വീലുകളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ അതില് നമ്മളിവിടെ പ്രസ്ഡ് ആയിട്ട് അത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കില്ല, അതുകൊണ്ടാണ് പ്രസ്ഡ് സ്റ്റീൽ വീൽ ഡിസ്ക് എന്ന് പറയുന്നത്. 2 പാർട്ടാണ് അതിൽ പ്രധാനമായിട്ട് ഉണ്ടാവുക. ഒരു സ്റ്റീൽ റിം ഉണ്ടായിരിക്കും, കണ്ടോ, പുറത്തെ ഈ കാണുന്ന ഈ പോർഷനാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റീൽ റിം എന്ന് പറയാ. ഈ പോർഷനാണ് സ്റ്റീൽ റിം. നടുവിൽ കാണുന്ന ഇത് എന്താണ്, സ്റ്റീൽ ഡിസ്കും ആണ്. ഇതാണ് എന്ത്, ഡിസ്ക് വീലിന്റെ പ്രധാനപ്പെട്ട 2 പാർട്സ്. ഈ വീലിന് നമ്മളിപ്പോ നേരത്തെ കണ്ട ഈ വീൽ ഉണ്ടല്ലോ, ഈ വീലിന് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ നമ്മൾക്ക് നേരെ ഈ വീലിനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീലിനെ കട്ട് ചെയ്ത് കാണുന്ന രൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ്, ഇനി നമുക്ക് ഡ്രോയിങ് ഉണ്ട്. ഡ്രോയിങ്ങിൽ ഇങ്ങനെ ഡ്രോയിങ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ, ക്രോസ് സെക്ഷൻ വ്യൂ, ടോപ്പ് വ്യൂ, ബോട്ടം വ്യൂ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇതിപ്പോ എന്താ, നമുക്ക് സൈഡ് വ്യൂ ആണ് ഇതിന് കിട്ടുന്നത്. കട്ട് ചെയ്തൊരു വീലിന്റെ സൈഡ് വ്യൂ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആ വീലിനെ വെച്ചിട്ട് ആ വീലിന്റെ നടുഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ തന്നിരിക്കുന്ന ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്താ, ഡിസ്ക് വീൽ അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെന്താണ്, നമ്മൾ പറഞ്ഞ റിമ്മിന്റെ പോർഷൻ ആണിത്. ചാല് പോലെ കണ്ടിരുന്നില്ലേ, ആ പോർഷൻ ആണ് ഇത്. ഇതെന്താണ്, സെൻട്രൽ ഇവിടെ എന്താണ്, നമ്മുടെ എന്താ പറയാ, ഹോളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോർഷൻ ആണ് ഇത്. ഇതെന്താ, വീൽ എന്താ കറങ്ങി വരില്ലേ, അപ്പൊ അടിഭാഗത്ത് കാണുന്ന ആ ചാല് പോലെ സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ എന്താണ്, ഒരു വീലിന് നടു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപമാണിത്. ഇത് രണ്ടും എന്താണ്, റിമ്മിന്റെ ആ വെല്ല് പോലെ കാണുന്ന ഭാഗമാണ് ഇത്. ബാക്കി ആ സെന്ററിൽ കാണുന്ന പോർഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ എന്താണ്, ഒരു വീലിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ വരയ്ക്കാൻ വേണ്ടി, ഡിസ്ക് വീലിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ വരയ്ക്കാൻ വേണ്ടി നമുക്ക് എക്സാമുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു റിമ്മിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്തിനാണ് നമ്മൾ എന്ത് പറയാ, റിമ്മിന്റെ ഡയമീറ്റർ എന്ന് പറയാ. ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ആ റിമ്മ് പൊന്തി, റിം എന്താണ്, കുറെ ബെൻഡുകളായിട്ട് ആ റിം ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ, കറക്റ്റ് ആ ട്യൂബ് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടയർ ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബെൻഡുകൾ വീലിൽ കൊടുക്കുന്നത്. ആ ടോപ്പ് മോസ്റ്റ് എൻഡ് മുതൽ താഴെ വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, റിം ഡയമീറ്റർ എന്ന് പറയാ. ആ റിമ്മിന്റെ സെന്റർ പോർഷനിലൂടെ വരച്ചിരിക്കുന്ന ലൈനാണ് ഇത്, സെന്റർ ലൈനാണ് ഇത്. ഇതെന്താണ്, ഈ വെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയാ, റിം വിഡ്ത്ത് എന്നാ പറയാ. വെല്ലുകൾ തമ്മിൽ, അതായത് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയാ, റിം വിഡ്ത്ത് എന്ന് പറയാ. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്തിന് റിം ഡയമീറ്റർ എന്നും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്തിന് റിം വിഡ്ത്ത് എന്നാണ് പറയാ. ഇത്രയും ഭാഗമാണ് റിമ്മിന്റെ പോർഷനിൽ വരുന്നത്. ഇനി നമ്മൾ എന്താണ്, ഡിസ്കിന്റെ പോർഷനിലേക്ക് വരികയാണ്. ഡിസ്കിൽ എന്താ കുറെ പൊന്തലും താളുകളൊക്കെ ഡിസ്കിൽ നമ്മൾ കണ്ടു അല്ലെ. ഡിസ്കിൽ എന്തുണ്ട്, നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി, അതായത് വീല് ബ്രേക്ക് ഡ്രമ്മുമായിട്ട് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അത് ഘടിപ്പിക്കാൻ വേണ്ടി നെട്ടും ബോൾട്ടൊക്കെ ഇടാനുള്ള ഹോളുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഹോൾ ഫോർ മൗണ്ടിങ് ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോൾട്ട് കൊടുത്ത് നെറ്റ് കൊടുത്ത് വീല് ഫിക്സ് ചെയ്യുക. ഇവിടെ എന്തുണ്ട്, ഹോൾ ഫോർ കൂളിംഗ്. നമ്മൾ എന്ത് പറഞ്ഞു, വീലിന് നടുവിൽ കുറെ ഓട്ടകൾ കണ്ടില്ലേ, ആ ഓട്ടകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാ, വണ്ടി ബ്രേക്ക് ഡ്രമ്മിലേക്ക് എയർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഹോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഹോള് നമ്മൾ വീല് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇവിടെയുള്ള ഈ ഹോള് വീൽ ഡ്രമ്മ്, ബ്രേക്ക് ഡ്രമ്മ് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹോൾ ഫോർ ഡിസ്ക് വീലിന്റെ മുകളിൽ എന്താണ്, വീലിന് വരുന്ന കോൺട്രാക്ഷനും ഹീറ്റ് കൊണ്ട് വരുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ തടയാൻ വേണ്ടിയിട്ടും, അതേപോലെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും,
ഇവിടെ കുറച്ച് ചെറിയ ഹോളുകൾ എന്തുണ്ടായിരിക്കും ഒരു ഡിസ്ക് വീലിന് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എന്തുണ്ട് നമ്മളെ ട്യൂബിന്റെ വാൾവ് ഉണ്ടായിരിക്കും. അത് എവിടെയാണ് ഉണ്ടായിരിക്കുക ഈ ഡിസ്കിലാണ്. ഡിസ്കിലും റിമ്മിന്റെ ആ ജോയിന്റിന്റെ പോർഷനിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക ട്യൂബ് എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളും ഉണ്ടായിരിക്കും. ഇത്രയും പാർട്സ് ആണ് എന്തുണ്ടായിരിക്കുക ഒരു റിം വീല് ഡിസ്ക് വീലിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി എന്ത് ചെയ്യാണ് നമ്മൾ ആ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ മൗണ്ട് ചെയ്ത് അതായത് വീല് ബ്രേക്ക് ഡ്രമ്മായിട്ട് ഘടിപ്പിച്ച ഭാഗം, അത് ചില വണ്ടികളൊക്കെ എന്താ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു കവറിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് വീലിലൊക്കെ എന്താ സാധാരണ നോർമൽ ആയിട്ട് അത് കവർ ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു അടപ്പ് ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ മെറ്റലിന്റെ തന്നെ ഒരു ചെറിയൊരു അടപ്പ് പോലൊരു സംഭവം ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും ഇത് വീൽ കപ്പ് അല്ലേ, ഇത് ആ സെന്റർ അതായത് മൗണ്ട് ചെയ്ത ഭാഗത്തുള്ള മാത്രം ഫിറ്റ് ചെയ്യുന്ന കവറിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വീൽ കപ്പ് അല്ല. ഇതെന്താ ചില വണ്ടി പഴയ വണ്ടിയൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും, ചിലർ റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പൊ കാണാം ഇത് ഇങ്ങനെ ഇവിടെ ഒരു ആ കറക്റ്റ് ആ ആക്സിലിന്റെ ഒരു പോർഷൻ പൊന്തി നിൽക്കുന്നത് നമുക്ക് വണ്ടിയിൽ നോക്കി കാണാം. ഇത് കവർ ചെയ്ത് വെച്ച ഫിഗർ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കവറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കവറിംഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ക്ലാമ്പും ഉണ്ടായിരിക്കും. ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയാ ആ ഒരു കറക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രൊജക്ഷൻ പോലെ ഇവിടെ വീലിൽ കാണാം. ഇത്രയും ആണ് ഒരു ക്രോസ് സെക്ഷൻ വീലിനകത്ത് വീൽ ഉണ്ടായിരിക്കുക. വെല്ല് ഉണ്ടായിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള. ഇത് വീലിൽ റിമ്മിൽ കാണുന്ന പോർഷൻ ആണ് എന്ത് വെല്ല്, ഈ ചാല് പോലെ നിൽക്കുന്ന പോർഷൻ ആണ് വെല്ല്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് വീൽ ഡയമീറ്റർ. ഈ 2 വെല്ലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് റിമ്മിന്റെ വിഡ്ത്ത് എന്ന് പറയാം. ഇവിടെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർഷൻ ആണ്. അതിനെന്താ ബോൾട്ട് ഇടാൻ വേണ്ടിയുള്ള ഹോളുകൾ ഉണ്ട്. ഇതെന്താണ് ബ്രേക്ക് ഡ്രം ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്ലോന് വേണ്ടി ഹോളുകൾ ഉണ്ട്. വീൽ ഡിസ്കിന്റെ ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടയറിലേക്ക് കാറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ വാൾവിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെയുള്ള ഹോള്. ഇത്രയും പാർട്ടാണ് ഒരു വീലിലെ ഒരു ക്രോസ് സെക്ഷൻ. ഈ ഫിഗർ നമ്മളെ നോട്ടിലേക്ക് വരച്ചെടുക്കണം. ഇതെന്താണ് ചോദ്യം വരുന്ന ഫിഗർ ആണ്. ഇനി നമ്മളൊരു ഡിസ്ക് വീലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. The rim and disc may be integral, permanently attached or attachable. എന്താണ് ഒന്നുമില്ലെങ്കിൽ എന്താ ഇന്റഗ്രൽ ആയിട്ട്, അതായത് എന്താ ഒന്നിച്ചൊരു സെറ്റ് ആയിട്ട് അത് ഫോർജ്ഡ് ആയിട്ട് വരുന്ന വീലുകൾ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത് വരുന്ന വീലുകളൊക്കെ എന്താണ് ഇന്റഗ്രൽ വീലുകളായിട്ടാണ് വരുന്നത്. എന്താ പെർമനന്റ് ആയിരിക്കും. പെർമനന്റ്ലി അറ്റാച്ച്ഡ് വീലുകൾ എന്താണ് ഇന്റഗ്രൽ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ രണ്ടും ഡിസസംബിൾ ആയിരിക്കും. ഡിസ്ക് വേറെയും റിമ്മ് വേറെ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം അസംബിൾ ചെയ്യണം. പെർമനന്റ്ലി അറ്റാച്ച്ഡ് വന്നത് ഫോർജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കാസ്റ്റഡ് ആയിട്ട് വരുന്ന വീലുകളാണ് എന്ത് പെർമനന്റ്ലി അറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. പിന്നെ അറ്റാച്ചബിൾ വീലുകൾ, അത് ഇന്റഗ്രൽ വീലിന്റെ തന്നെ വേറെ പോർഷൻ ആണ് എന്ത് അറ്റാച്ചബിൾ വീലുകൾ എന്ന് പറയുന്നത്. ഇത്രയും 3 രീതിയിലാണ് നമുക്ക് എന്ത് വരിക റിം ഡിസ്ക് വീലുകൾ വരിക, അതായത് ഡിസ്ക് വീലുകൾ വരിക. റിം ഹാസ് എ വെൽ. റിമ്മിൽ എന്തുണ്ട് നമ്മൾ കണ്ടു, ഒരു വെല്ല് ഉണ്ടായിരിക്കും. റിമ്മിനകത്ത് ഒരു വെല്ലുണ്ട്, കണ്ടോ റിമ്മിനകത്ത് ഒരു വെല്ലുണ്ട്. which allow the tire to go over the edge of opposite side of rim. എന്താ ആ വെല്ലിലൂടെ ടയർ എന്ത് ചെയ്യും വട്ടത്തിലല്ല ടയർ കറങ്ങി ഇപ്പുറത്തൂടെ വരുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താ കറക്റ്റ് ആ വീൽ ടയറിന് ഇരിക്കാനുള്ള പോർഷൻ ആണ് എന്ത് വെല്ല് എന്ന് പറയുന്നത്. അടുത്ത എന്താ a 5 degree taper is given at the edge of the rim on which tire seats. ഈ ടാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഈ ടാപ്പർ ഓരോ വണ്ടിക്കും വേറെ വേറെ ടാപ്പർ ആയിരിക്കും. ടാപ്പർ എന്ന് എവിടെ കാണിച്ചിടാം. ഇതിൽ ടാപ്പർ ഇല്ല, ടാപ്പർ ഇല്ലാത്തൊരു വീലാണ്. നമ്മുടെ ഈ വെല്ലിന്റെ പോർഷൻ കണ്ടോ, ഈ വെല്ലിന്റെ പോർഷനിൽ ഇവിടെ സെന്റർ ഭാഗത്ത് കുറച്ച് തിക്നെസ് കുറവും ഈ ഭാഗത്ത് കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. അത് ചില വീലുകൾക്ക് അങ്ങനെ ടാപ്പർ കൊടുത്തിട്ടുണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാ വണ്ടിയുടെ എന്താ വീല് കറക്റ്റ് ഗ്രിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വീലിന്റെ ബലം കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് തിക്നെസ് കൂട്ടി കൊടുക്കുക ഈ എഡ്ജ് ഭാഗങ്ങളിൽ. അങ്ങനെ കൂട്ടി കൊടുക്കുന്ന ആ ഒരു തിക്നെസ് കൂടുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ടാപ്പർ എന്ന് പറയുന്നത്. ഇതെന്താ ഡിസ്ക് വീലുകൾ സാധാരണ 5 ഡിഗ്രി ടാപ്പർ ഒക്കെയാണ് യൂസ് ചെയ്യുക. ഇതെന്താ 15 ഡിഗ്രി ടാപ്പർ വരെയുള്ള വീലുകളൊക്കെ ഉണ്ട്. നോർമൽ ആയിട്ട് ഡിസ്ക് വീലുകളിൽ 5 ഡിഗ്രി ടാപ്പർ ആണ് യൂസ് ചെയ്യുക. ഈ ടാപ്പർ എന്ന് പറയുന്നത് ഈ വെല്ലിന്റെ ഭാഗത്ത് വരുന്നതാണ്. തിക്നെസ് കൂടുന്നതനുസരിച്ചാണ് ടാപ്പർ നമ്മൾ പറയാം. ഡിസ്ക് വീലിൽ 5 ഡിഗ്രി ടാപ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. 5 ഡിഗ്രി ടാപ്പർ is given at the edge of the rim on which tire seats. Pressed steel disc perform function of spoke. എന്താണ് ആ നടുവിൽ കാണുന്ന വീൽ ഡിസ്കിന്റെ നടുവിൽ കാണുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഡിസ്ക് ഭാഗം ഉണ്ടല്ലോ, ഇതെന്താണ് സ്പോക്കിന് പകരമാണ്. സ്പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അലോയ് വീലിൽ കാണുന്ന ആ ദൃഢമായിട്ടുള്ള ഭാഗമല്ലേ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക സ്പോക്ക് എന്ന് പറയാം. ആ സ്പോക്കിന് പകരമുള്ള ഭാഗമാണ് എന്ത് വീൽ ഡിസ്കുകൾ. വെന്റിലേഷൻ സ്ലോട്ട്സ് ആർ പ്രൊവൈഡ് ഓൺ ഡിസ്ക് ഫോർ ബെറ്റർ കൂളിംഗ് ഓഫ് ബ്രേക്ക് ഡ്രം. നമ്മൾ പറഞ്ഞു ആ ഹോള് കണ്ടിരുന്നില്ലേ, ആ ഹോളുകൾ എന്താണ് വെന്റിലേഷൻ സ്ലോട്ടുകളാണ്. അതെന്തിനു വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹോൾസ് ആർ പ്രൊവൈഡഡ് ഓൺ
ഡിസ്ക് ആൻഡ് റിം ഫോർ മൗണ്ടിങ് ദ വീൽ ആൻഡ് എയർ വാൾ റെസ്പെക്റ്റീവ്ലി. നമ്മൾ ആ ഹോളുകൾ കാണിച്ചിരുന്നു. എന്തുണ്ടായിരുന്നു? നമ്മളെ ബോൾട്ട് ഇട്ട് നമ്മളെ വീൽ എന്ത് ചെയ്യണം? ടയർ ആക്സിലേക്ക് ഫിറ്റ് ചെയ്യാനും, അതേപോലെ നമ്മുടെ എയർ വാൾവുകൾ ഉണ്ട് അല്ലെ, ട്യൂബ് ടയറിലേക്ക് കാറ്റ് നിറയ്ക്കാൻ വേണ്ടി ട്യൂബിന്റെ പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ എന്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും? ഈ റിമ്മിലും വീൽ ഡിസ്കിലും ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും ഭാഗങ്ങളാണ് എന്തുള്ളത്? ഒരു റിമ്മിനകത്തുള്ളത്. എ റിം ആൻഡ് ഡിസ്ക് മേ ബി ഇന്റഗ്രൽ, പെർമനന്റ്, അറ്റാച്ച്ഡ് ഓർ അറ്റാച്ചബിൾ ആയിട്ടുള്ള, അതായത് ഒന്നിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീലുകൾ എന്താണ്? വീൽ ഡിസ്ക് നമ്മുടെ വിപണിയിലുണ്ട്. അതേപോലെ റിം ഹാസ് എ വെൽ എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടയർ ഫിറ്റ് ചെയ്ത് നിർത്തുക. ഒരു 5 ഡിഗ്രി ടാപ്പർ ഉള്ള വീലുകളാണ് സാധാരണ ഡിസ്ക് വീലായിട്ട് യൂസ് ചെയ്യുക. ടാപ്പർ എന്താന്ന് നമ്മൾ പറഞ്ഞു, ആ വെല്ലിന്റെ ഭാഗത്തുണ്ടാവുന്ന തിക്നെസ്, ആ തിക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാപ്പർ എന്ന് പറയാം. 5 ഡിഗ്രി ടാപ്പർ ഉള്ള വീലുകളാണ് സാധാരണ ഡിസ്ക് വീലായിട്ട് ഉപയോഗിക്കുന്നത്. 15 ഡിഗ്രി വരെയുള്ള ടാപ്പറുകൾ യൂസ് ചെയ്യാറുണ്ട്. പ്രസ്ഡ് സ്റ്റീൽ ഡിസ്ക് പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് സ്പോക്ക്. ഈ സ്റ്റീൽ ഡിസ്കുകൾ എന്താ? ഒരു സ്പോക്കിന്റെ ഫംഗ്ഷനും കൂടി ആര് ചെയ്യുന്നുണ്ട്? ഈ പ്രസ്ഡ് സ്റ്റീൽ ഡിസ്കുകൾ ചെയ്യുന്നുണ്ട്. വെന്റിലേഷൻ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീലില്. അതേപോലെ എന്താ? എന്തിനു വേണ്ടിയിട്ടാ? ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഹോൾസ് ആർ പ്രൊവൈഡഡ് ഓൺ പ്രസ്ഡ് ഡിസ്ക് ആൻഡ് റിം വീൽ ഫോർ മൗണ്ടിങ് വീൽ ആൻഡ് എയർ വാൾ. എയർ വാൾവുകളും വീലും മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ എന്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഡിസ്കിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക് വീൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ഒക്കെ വരച്ചു വെക്കണം, നോട്ടിലേക്ക് മറന്നു വരുത്. ഈ ഡിസ്ക് വീലിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ക് വീലിന്റെ പ്രധാന ഫീച്ചർ എന്താണ്? പ്രസ്ഡ് ഡിസ്ക് വീൽ ആർ സിമ്പിൾ ഇൻ ഡിസൈൻ. എന്താണ്? ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്. ഇത് ഈ പ്രസ്ഡ് ഡിസ്ക് വീലുകൾ ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്. ദിസ് വീൽ ആർ റോബസ്റ്റ് ഇൻ ഡിസൈൻ. റോബസ്റ്റ് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയ ഡിസൈൻ ആണ്. അതായത് ഭയങ്കര സിമ്പിൾ ആണ് കൂടി എന്താണ്? പെർഫെക്റ്റ് ആണ് ആ ഡിസൈൻ. ഏത്? ഡിസ്ക് വീലിന്റെ ഡിസൈനുകൾ. ദിസ് വീൽ ഹാവ് എക്കണോമിക്കൽ പ്രൈസ്. എന്താണ്? താരതമ്യേന പ്രൈസ് കുറവാണ്. എന്തിന്? ഡിസ്ക് വീലിന്. അത് നമുക്ക് ആലോചിച്ചതിന് അറിയുന്ന കാര്യമാണ്. ഡിസ്ക് വീലിന് എന്താണ്? താരതമ്യേന പ്രൈസ് കുറവാണ്. ബെറ്റർ കൂളിംഗ് ഈസ് പോസിബിൾ ഇൻ ദിസ് ടയർ ഓഫ് വീൽസ്. എന്താണ്? കൂളിംഗ് നമ്മൾ പറഞ്ഞു, ആ വെന്റിലേഷൻ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഈ സ്ലോട്ടുകൾ എന്തിനു സഹായിക്കും? വീലിന്റെ ബെറ്റർ കൂളിങ്ങിന് വേണ്ടി സഹായിക്കും. ഇത് കൂളാവും തോറും ബ്രേക്കിന്റെ എഫിഷ്യൻസി ഒക്കെ കൂടും കേട്ടോ. ബ്രേക്ക് ഡ്രം കൂളായി നിൽക്കുന്നത് എന്തിന് ഈസി ആയിരിക്കും? ബ്രേക്ക് ഡ്രം ചൂടാവാണ്ടിരിക്കുന്നത് ബ്രേക്കിംഗ് ഒക്കെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ 4 ഫീച്ചേഴ്സ് ആണ് നമുക്ക് എന്തിലുള്ളത്? ഒരു ഡിസ്ക് വീലിന്റെ പ്രധാനമായ 4 ഫീച്ചേഴ്സ് ഉള്ളത്. ഇതാണ് നമ്മുടെ പഴയ ഒരു വണ്ടിയാണ്. പഴയ വണ്ടിയിൽ എന്താണ്? ഡിസ്ക് വീൽ ഉപയോഗിച്ചൊരു വണ്ടിയാണിത്. ഇതിലെന്താണ്? ഡിസ്ക് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ കണ്ട ഡിസ്ക് വീൽ തന്നെയാണ്. ഇത് വെൽഡഡ് ഡിസ്ക് വീലാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ വെന്റിലേറ്റഡ് സ്ലോട്ടുകൾ കണ്ടു. വീലിന്റെ ടയർ ഫിക്സ് ചെയ്യാനുള്ള ഹബ്ബ് കണ്ടു. റിമ്മിലെ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ടയർ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ എവിടെയാ? ട്രക്കുകളിലും ട്രാക്ടറുകളിലും ആണ്. ഇപ്പൊ ഹെവി വെഹിക്കിൾസിലാണ് കാര്യമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഡിസ്ക് വീലുകൾ യൂസ് ചെയ്യുന്നത്. കാറിലൊക്കെ ഇപ്പൊ എന്താ? എല്ലാ കമ്പനിക്കാരും മിക്ക വണ്ടികളൊക്കെ എന്താണ്? കാറിലൊക്കെ എന്ത് ചെയ്തു? എല്ലാവരും ചെറിയ ലോ വേരിയന്റിലെ വണ്ടികൾ വരെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിസ്ക് വീലൊക്കെ മാറ്റി അലോയ് വീലുകളിലേക്ക് മാറി തുടങ്ങി. കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഹെവി മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് കാറിലാണ് നമ്മൾ ഡിസ്ക് വീലുകൾ സാധാരണയായിട്ട്